അങ്ങനെ ആൻ്റപ്പൻ്റെ അപ്പൻ്റെ പണിയെടുക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഈ നാട്ടിലെ ഒരാളായിട്ട് മാറി. എൻ്റെ കൂട്ടിന് ഇതാ ഈ കാണുന്ന പട്ടിക്കുട്ടിയുണ്ട്. ഇവന് ഞാൻ പേരിട്ടു റാം. നമ്മുടെ റാമിനോടുള്ള ഒരു മിസ്സിങ് കാരണമാണ് ഞാൻ അവന് പേരിട്ടത്. പിന്നെ അവനും ഞാനും എന്നും ഈ ഒരു ഗ്രാമത്തിൽ ഒന്നിച്ചായി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരുമിച്ചാണ് ചായ കുടി, ഒന്നിച്ചാണ് നടത്തം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നിച്ചായിരുന്നു. 2 ബിസ്ക്കറ്റും കൂടിയും കൊടുത്തപ്പം ഓൻ എന്നെ പിരിയാൻ പറ്റാത്തത്ര സ്നേഹമായി. ആ കാണുന്ന ടെറസിൻ്റെ മുകളിലാണ് ഞാൻ ടെൻ്റ് അടിച്ച് കിടക്കാറ്, എനിക്ക് കാവലായിട്ട് അവനും. അങ്ങനെ ദിവസം 2 ആയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ഇവനൊന്നല്ല, ഇവൻ ത്രിപിളാണ്. ഇവന് ഫുള്ള് കമ്പനിക്കാരാണ്. ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഈ നാട്ടിലെ ഡോഗ്സ് ഫുള്ള് എൻ്റെ രക്തത്തിലൂടെയാണ് എനിക്കിപ്പോൾ മനസ്സിലായി. അതായത് എന്നെ വിട്ട് പിരിഞ്ഞ് പോണി. അങ്ങനെ നമ്മൾ മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ പുതിയൊരാളെ കണ്ടത്. ഇവനാണ് വിഷ്ണു. മോട്ടർ ശരിയാക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പം ഞാൻ ഇവന് പേരിട്ടു മോട്ടർ വിഷ്ണു. ഇവൻ ആരെ ശിഷ്യനാണെന്നറിയോ? നമ്മുടെ സർബത്ത് ഭായി ഇല്ലേ, എന്നെ കുളിപ്പിച്ച് കെടുത്തി സർബത്ത് തന്ന സർബത്ത് ഭായി, അയാളെ ശിഷ്യനാണ്. ചെക്കൻ ഹിന്ദിക്കാരനായതുകൊണ്ട് അവൻ ഇംഗ്ലീഷും മലയാളവും അറിയില്ല. ഞാൻ മലയാളം ആയതുകൊണ്ട് എനിക്ക് ഹിന്ദിയും ഇംഗ്ലീഷും അറിയില്ല. അപ്പം നമ്മൾ 2 പേരും കൊഞ്ചനാൻ കുത്തിയിട്ട് വർത്താനം പറയല്. എന്നാലും നമ്മൾ കട്ട ചങ്കായി. അങ്ങനെ ആ ദിവസം മോട്ടർ വിഷ്ണുവിൻ്റെ കൂടെ മോട്ടർ ശരിയാക്കലായിരുന്നു പണി.